മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് മാസമാണ് ഈ റബീഉൽ ആഖിർ. ഈ വരുന്ന ശനിയാഴ്ച ജീലാനി ദിനമാണ്. പലരും ചോദിക്കുന്നു, ഉസ്താദെ എന്താണ് ഈ ജീലാനി ദിനം? ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കലണ്ടറിൽ തന്നെ ജീലാനി ദിനം എന്ന് എഴുതിയിട്ടുണ്ട്. മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വഴിയെ പറയുകയാണ്. അപ്പോ മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ വഫാത്ത് ദിനം ജീലാനി ദിനം അത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. മുസ്ലിം ലോകം മുഴുവനും മഹാനവറുകളെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ, നബി തങ്ങളുടെ ഒരു ഹദീസിൽ പെട്ടതാണ്. നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ സ്വർഗ്ഗത്തിലാണ്. അപ്പൊ നമുക്ക് നബി തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നബി തങ്ങളെ ഇഷ്ടപ്പെടണം. സ്വഹാബിമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ അവരെ ഇഷ്ടപ്പെടണം. ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ അവരെ ഇഷ്ടപ്പെടണം. അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടണം. മാത്രമല്ല അവരെ പറ്റി പറയണം, അവരെ പറ്റി പറയുന്നത് കേൾക്കണം. ഇപ്പോ ഈ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ പറ്റി ഈ മാസത്തിൽ കേരളത്തിലെന്നല്ല ലോകമെമ്പാടും പല രൂപത്തിലാണ് സ്മരിക്കപ്പെടുക. പല സ്ഥലത്തും മഹാനവറുകളെ പറ്റിയുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയാണെന്ന് പറയും. അതുപോലെ തന്നെ മഹാനവറുകളെ പറ്റി രചിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗദ്യപദ്യ രൂപങ്ങൾ പലതുമുണ്ട്. അതായത് മുഹയ്യിദ്ദീൻ മാലയുണ്ട്, അല്ലെ? മുഹയ്യിദ്ദീൻ മാലയുണ്ട്. അതുപോലെ മുഹയ്യിദ്ദീൻ മൗലിദ് ഉണ്ട്, മുഹയ്യിദ്ദീൻ റാത്തീബ് ഉണ്ട്, ഖുത്ബിയ്യത്ത് ഉണ്ട്. ഇതൊക്കെ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ പറ്റി അനുസ്മരിച്ചുകൊണ്ട് മഹാനവറുകളെ പറ്റി എഴുതപ്പെട്ട ഒരുപാട് മൗലിദുകളും ഖുത്ബിയ്യത്തുകളും ഗദ്യപദ്യ രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പല പള്ളികളിലും പല നാടുകളിലും വ്യത്യസ്തമാണ്. അതൊക്കെ പാരായണം ചെയ്യലാണ് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത. അൽഹംദുലില്ലാഹ്. മാത്രമല്ല ഈ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഉൾപ്പെടെ നിരവധി ആളുകൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തൊക്കെയുള്ള ഒരുപാട് സയ്യിദന്മാർ, നമ്മളത് കഴിഞ്ഞ